വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ്സ് നിങ്ങൾ അംഗീകരിക്കണം. പക്ഷെ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു തന്മാത്രയെങ്കിലും എനർജി ഉണ്ടാവും, ജീവിതത്തിൽ നന്മയുണ്ടാവും. അപ്പൊ അത് കഴിയുന്നത് വരെ ഒരു കാരണവശാലും നിങ്ങൾ സമയം എന്നെ ഓർമ്മിപ്പിക്കരുത്, നിങ്ങളെ ഓർമ്മിപ്പിക്കരുത്. ഒന്ന്, എന്തെങ്കിലും അസുഖമുള്ളവർ, കാലിനോ കൈക്കോ അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ഒരു കാരണവശാലും പങ്കെടുക്കാൻ പറ്റിയ ഒരു ക്യാമ്പ് നമ്മൾ ഈ കസേരകളെല്ലാം മാറ്റാൻ പോവാണ്. രണ്ട് ദാഹിക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം, എല്ലാവരും ഫുഡ് കഴിച്ചോ, അത് നിങ്ങൾക്ക് തരും കേട്ടോ. വേറെ ചെറിയ സ്നാക്സ് ഒക്കെ തരും. അപ്പോൾ നമുക്ക് ഓട്ടവും ചാട്ടവും കളിയും ചിരിയും തമാശയൊക്കെയാണ് ക്യാമ്പിന് പ്രത്യേകത. അപ്പോൾ അതിലൂടെയാണ് ക്യാമ്പ് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് പിന്നെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാവരും ഉണ്ടല്ലോ, ഷോൾ അല്ലെങ്കിൽ ഒരു തോർത്ത് ഉണ്ടല്ലോ, പേന, പെൻസിൽ, ഇത് മസ്റ്റായിട്ട് വേണം, എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കടയിൽ നിന്ന് നിങ്ങൾക്ക് പേനയും പേപ്പറും മേടിച്ചു തരും. എല്ലാം ക്യാമ്പിൽ പ്രായമൊന്നുമില്ല കേട്ടോ, ആർക്കും പങ്കെടുക്കാം. ഇനിയുള്ള ഹൈറ്റിൽ അടുത്ത കുട്ടികൾ ഇവിടെ ഈ ഗ്യാപ്പ് ബില്ല് നിന്നു ഈ ഗ്യാപ്പ്. ഓക്കെ, അല്ല അത് അതിലെ മോള് ബാങ്കിലോട്ട് വരും. അല്ലല്ല, രണ്ടും സെയിം. ഇതാണ് നിങ്ങളെ കൺട്രോൾ ചെയ്ത് താൽക്കാലിക. നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട, നമ്മൾ കളിയാണ് തുടങ്ങുന്നത് കേട്ടോ. കളിയിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ ഗെയിംസ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യുന്നു. എത്ര പേരുണ്ടാവും? ഓക്കെ, കൗണ്ട് ചെയ്യാം. 1 ഉച്ചത്തിൽ, ഉച്ചത്തിൽ, മോർ വോയിസ്. 5 ഉച്ചത്തിൽ, 6. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിസിൽ എന്ത് ചെയ്യും? നടക്കും. സെക്കൻഡ് വിസിൽ എന്ത് ചെയ്യും? നമ്മൾ എവിടെയാണോ നിന്നത് അവിടെ വന്ന് നിൽക്കണം. റെഡി? പോവാം. ഓക്കെ അല്ലേ? പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ആരെ കണ്ടാലും ചിരിച്ചോളാം. എങ്ങനെ? പരസ്പരം കണ്ട എങ്ങനെ ഇരിക്കും നമ്മള്? അല്ല, എങ്ങനെ ഇരിക്കും? സൗണ്ട് വരട്ടെ. എങ്ങനെ ഇരിക്കും? ചിരി കേൾക്കുന്നില്ല, ചിരി കേൾക്കുന്നില്ല, ചിരി കേൾക്കുന്നില്ല. അയ്യോ, ചിരി കേൾക്കുന്നില്ല കേട്ടോ. ചിരി ഒട്ടുമില്ല. തട്ടൽ ഇത്രയും സ്ഥലമുണ്ട്, ധാരാളം സ്ഥലമുണ്ട്. വേഗം വേഗം വേഗം, ഫാസ്റ്റ് ആവും, ഫാസ്റ്റ് ആവും, ഫാസ്റ്റ് ആവും, ഫാസ്റ്റ് ആവും, ഫാസ്റ്റ് ആവും, ഫാസ്റ്റ് ആവും. എവിടെ എന്റെ കുട്ടികൾ എവിടെ? ഇവിടുത്തെ ആൾക്കാർ വന്നില്ലല്ലോ. എവിടെ പോയി? ഇനി ഉണ്ടല്ലോ. റിലാക്സ്. ഇനി ആദ്യ വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടും. രണ്ടാമത്തെ വിസിലിന് ചാടും. 3 വിസിൽ കേൾക്കുമ്പോ നിൽക്കും. ഇത്ര വെച്ചുള്ള ഒന്നുകൂടെ. ഡൗൺ യുവർ ഹാൻഡ്സ്. അഗൈൻ റൈസ് യുവർ ഹാൻഡ്. വൈബ്രേറ്റ്. ചിരി. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ? വെരി ഗുഡ്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും സൂപ്പർ ആയിട്ട് കേട്ടോ. നല്ല ഓട്ടം, നല്ല ഓടി. അയ്യോ ചേച്ചിമാർന്ന് ഓടുന്നില്ല കേട്ടോ. ബിന്ദുവൊന്നും ഒട്ടും ഓടുന്നേ ഇല്ല. 2 whistles. There is a position. അവിടെ തന്നെ നിന്നിട്ട് നമ്മളിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. 2 വിസിൽ എന്ത് ചെയ്യണം? നിക്കണോ? 3 വിസിലല്ലേ നമ്മൾ നിൽക്കേണ്ടത്. 2 വിസിൽ നമ്മള് ഇതുപോലെ ഒന്ന് പറഞ്ഞേ. ഇത്ര ഉച്ചത്തിൽ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. റെഡി? അഗൈൻ വൈബ്രേറ്റ് യുവർ ഹാൻഡ്സ്. ഇനി 1 more. കണ്ണടച്ചേ. കൈ എങ്ങനെ ഇരിക്കട്ടെ. ശരി, മുന്നോട്ട് നീട്ടി പിടിക്കുക. കൈ പെയിൻ വരുന്നുണ്ടോ? വേദനയില്ല. അപ്പൊ നിങ്ങളെല്ലാം വെൽ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പ്രശ്നമില്ല. എണീറ്റ്. നിങ്ങൾ ബോയ്സ് മാത്രമേ നിൽക്കല്ലേ? ഇടയ്ക്ക് പെൺകുട്ടികളെ ജോയിൻ ചെയ്യട്ടെ. അങ്ങനെയല്ല. എന്തു ഹെൽപ്പ് ചെയ്യും? ഒന്ന് ഈ കുട്ടികളെ റൗണ്ടിലാക്കണം. ഒന്നുകൂടെ ഒന്ന് സ്ട്രെച്ച്. അയ്യോ ഇതെന്ത് പൈകള്. ഇവിടെ വാ. ശരി, ഒരാൾ ഒന്നുകൂടെ വാ. മക്കളിഞ്ഞോ പറക്കല്ലേ അവിടെ. ഓക്കെ, ഗുഡ്. പിടിച്ചോ കയ്യില്. കണ്ണടച്ച് പിടിച്ച്. നിങ്ങൾ നേരത്തെ കൗണ്ട് കണ്ണടച്ച് പിടിക്കൂ. മുണ്ടള കണ്ണ് തുറന്നു. കണ്ണടച്ച് പിടിക്കും. നിങ്ങൾ നേരത്തെ കൗണ്ട് ചെയ്ത നമ്പർ ആർക്കൊക്കെ ഓർമ്മയുണ്ട്? നിങ്ങളുടെ നമ്പർ പറഞ്ഞേ. ഉച്ചത്തിൽ പറഞ്ഞേ. ഒരുമിച്ച് പറയൂ. വെരി ഗുഡ്. അപ്പൊ എല്ലാരും പറഞ്ഞു. സാറേ എല്ലാരും പറഞ്ഞോ?
പറഞ്ഞു അല്ലേ? അപ്പൊ എല്ലാവരും നമ്പർ പറഞ്ഞില്ല. അയാൾക്ക് നമ്പർ കൊടുത്തില്ല അതൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി നമ്പർ പറഞ്ഞു. മോള് നമ്പർ എനിക്ക് പിടികിട്ടില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു അല്ലേ? ശരി. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് ആടാ പിടിക്ക് ക്ലാസ്. നമ്മുടെ എന്തെന്ന് തോന്നി? ശബ്ദം നിങ്ങളുടെ തോന്നി. റെഡി? നീ ഊമയാണോ? ഊമയല്ലേ? ഈ പാൻറ് കൊടുക്കും നിന്നെ കാണാൻ നല്ല മതിയുണ്ട്. നീ ഈ ശബ്ദം കൂടെ പഠിച്ചാൽ നീ അടിപൊളിയാണ്. റെഡിയല്ലേ? നീ മാത്രം പറഞ്ഞേ. അതിനോട് നാക്കോട് വേണ്ടേ? നീ ഒന്നും ടെൻഷൻ വേണ്ട. ഒന്നൂടെ ഒന്ന് ഉഷാറാവും. പറ്റുവിടാ. നമ്മളെ കൊണ്ട് പറയാത്ത ഒരു കാര്യങ്ങളും ഇല്ല അല്ലേ? ഇത്രയും മുടി വളർത്താൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ശബ്ദവും ചെയ്യാൻ പറ്റും. റെഡി? 1 2 3 എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പഠിത്തത്തിൽ മാത്രമല്ല കാര്യങ്ങൾ അല്ലേ? നീ ചെയ്യുന്ന ഏത് ജോബ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് ജോബ്, നാളെ അത് വിജയിക്കണമെങ്കിൽ നിനക്ക് എനർജി ഉണ്ടാവണം. നമുക്ക് തന്നേക്കുന്ന ശരീരവും മനസ്സും ഒക്കെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് എങ്ങനെയാണെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി. ഷാളുള്ള അയ്യയ്യോ. ശരി, ഒരു വിസില്. ആ വിസിലില് നിങ്ങൾ എല്ലാവരും ഈ ഹാള് നിറച്ച് ഇങ്ങനെ തമ്മിൽ ടച്ച് ചെയ്യാതെ ഓടിക്കൊണ്ട് ഇത് പറയും. അയ്യോ അയ്യയ്യോ, അയ്യോ അയ്യയ്യോ, അയ്യോ അയ്യയ്യോ. റെഡി? റെഡി അല്ലേ? അപ്പൊ റെഡി ആകുമ്പോൾ നമ്മൾ റെഡിയാണ്. എല്ലാരും നന്നായിട്ട് ഗർഭം ഞാൻ റെഡിയാണ്. ഓടിക്കോ. One, two, 3, 4, 5. 1, 2, 3, 2. ഓക്കെ. നമ്മുടെ സിമ്പിൾ ചോദ്യമാണ് ഇത്. നമ്മൾ കണ്ടുപിടിച്ചത് ഉറുഗ്വൻ പ്രസിഡന്റ് ആര്? ഉറുഗ്വയുടെ പ്രസിഡന്റ് ആര്? എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ല ചോദ്യം. എത്യോപ്യയുടെ തലസ്ഥാനം എവിടെ? ഉണ്ടോ? ചോദ്യം ഉണ്ടോ? നല്ല ചോദ്യം അല്ലേ? ഓക്കെ. മോനെ പേപ്പർ ഒരാളൊന്ന് പേപ്പർ സോഷ്യൽ ഉണ്ടോ? ഇനി വേണ്ട, അത് ഞാൻ മേടിച്ചോ പേപ്പേഴ്സ്. ഓക്കെ. അപ്പൊ ഇത്ര ഭയങ്കര ടഫ് ചോദ്യങ്ങളാണ്. പേരുകൾ ഉച്ചത്തിൽ. ആ പേപ്പർ പൊക്കിയിട്ട് പേരുകൾ പറ ഉച്ചത്തിൽ. 1 by 1 ഉച്ചത്തിൽ പറയും മോളെ. എഴുതിയ പേര്. രണ്ടാമത്തെ ചോദ്യം തൊട്ട് താഴെ. മൂന്നാമത്തെ ചോദ്യം അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ എഴുതണം. നോക്കരുത്. മുകളിലോട്ട് നോക്കൂ. എല്ലാവരും മുകളിലോട്ട് നോക്കൂ. ഇതാണ് കുനിഞ്ഞിരിക്കുന്നത്. റെഡി? മുകളിലോട്ട് നോക്കൂ. അപ്പൊ ചോദ്യം ചോദിക്കുകയാണേ. എഴുതാൻ റെഡിയാണല്ലോ? യെസ്. ആരും മിണ്ടരുത്. യെസ് എന്ന് പറയും. അതുപോരാ? അതുപോരാ? യെസ്. അപ്പൊ നമ്മുടെ ആദ്യ ചോദ്യം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. എഴുതി കഴിഞ്ഞവര് കൈ പൊക്കണം. പേനിരിക്കുന്ന എഴുതി കഴിഞ്ഞവർ. അപ്പൊ ആ ചോദ്യത്തിന് സമയം കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കേരള മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? തെളിയാത്ത പറയണ കേട്ടോ. സംശയം ചോദിക്കണേ. ഓപ്ഷൻസ് വേണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണോ? തെളിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അടുത്ത അവനെ കൈവക്ക്. ഓക്കെ, ഗുഡ്. ആദ്യത്തെ നമിയൻ, രണ്ടാമത്തെ തിരുവനന്തപുരം, ശിവൻകുട്ടി, തിങ്കൾ, ശിവൻ, 14. വെരി ഗുഡ് മോളെ, പരമായി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. മയിൽ, നീല, വെരി ഗുഡ്, അടിപൊളി. 1 2 3 4 5 6 7 8 9 മാർക്ക്. ഔട്ട് ഓഫ്. ഇത് മോളെ പേപ്പറല്ലേ? മോളല്ലേ? ഈ മത്സരത്തെ കുറിച്ച് മൈക്ക് വെച്ച് ഒരു 2 മിനിറ്റ് പ്രസംഗിക്കും കേട്ടോ. എങ്ങനെയായിരുന്നു മത്സരം? ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മൈക്ക് വെച്ച് എവിടെ ശരിയായില്ലോ അവിടെ കൂവണം, എവിടെ നന്നായോ അവിടെ കൈയടിക്കണം. എവിടെ ശരിയായില്ലേ അവിടെ കൂവണം ഉച്ചത്തിൽ. നന്നായോ കൈയടിക്കണം. ഇങ്ങോട്ടില്ല ഉച്ചത്തിൽ. അങ്ങോട്ട് നോക്ക്. റെഡി? ആദ്യം സംഭവം ചെയ്യണ്ടേ പ്രിയപ്പെട്ട സദസ്? അതെല്ലാം പറയണ്ടേ? വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എന്റെ കൂടെ മത്സരത്തിൽ പങ്കെടുത്ത എന്റെ കൂട്ടുകാർക്കും
എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും എന്റെ ഹൃദയം തുറന്ന സ്വാഗതം. അല്ലല്ല സമയത്തോടിരിക്കാനുള്ള പരിപാടി. ഓക്കെ, അപ്പൊ ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് മത്സരിക്കാനുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറയാൻ വളരെ ശ്രദ്ധിക്കണം. ഇതിൽ ഒരാളെ നിങ്ങൾ അറിയാതെ ഞാൻ സെലക്ട് ചെയ്യും. ഇതിൽ ഒരാളെ ഫ്രീ ആക്കണം, നിങ്ങൾ അറിയാതെ ഞാൻ സെലക്ട് ചെയ്യും. അതാരാണെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ കേട്ടോ. എങ്ങനെ നിങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളെ നോക്കി ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കണ്ണ് അടച്ച് കാണിക്കും. നിങ്ങളിപ്പോൾ ബിന്ദുവിനടുത്ത് വന്നിട്ട് ഒരു കണ്ണടച്ച് കാണിക്കും. കുറച്ച് ദൂരം, ഫ്യൂ സെക്കൻഡ്സ്, 1 2 3 4 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മൾ ആരാണോ കണ്ണടച്ച് കാണിച്ചത്, കണ്ണട ഏറ്റയാൾ ഞാനാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആര് അയ്യോ മരിച്ചു വീഴും. പക്ഷെ അപ്പോൾ തന്നെ വീഴരുത്, കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടേ. ആരെ മുഖത്താണ് നോക്കുന്നത്, കണ്ണിടിച്ച് കാണിക്കുന്നത്, അവര് മറിഞ്ഞു വീഴണം. അവിടെ വീഴണം. ആര് മരിക്കുന്നില്ലേ? മുഖത്തോട്ട് നോക്കട്ടെ. വരും ഇങ്ങനെ നടക്ക്, ഫാസ്റ്റ് നടക്ക്, നല്ല സ്പീഡിൽ നടക്ക്. അപ്പൊ വരും ഉറപ്പായിട്ടും. കണ്ണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ പരാജയം, അല്ലേ? നമ്മൾ ഒരു കണ്ടെടുത്ത് കാണിച്ചിട്ടും അതായത് മരിച്ചു വീഴാൻ ആർക്കും താല്പര്യമില്ല, അല്ലേ? ഫെയിൽ ആവാൻ ആർക്കും താല്പര്യമില്ല. അയാളെ കാണിച്ചു, അല്ലെ ഇയാളെ കാണിച്ചു, ഇയാളെ കാണിച്ചു, ഇവിടെ കാണിച്ചു, ഇവരെ കാണിച്ചു, ഇവൻ തിരിഞ്ഞു പോണു. അപ്പൊ ശരി, ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇവിടെ ക്യാമറ വരുന്ന ഉച്ചത്തിൽ ഇത് എന്താണ് ഏത് കുടിച്ചിരിക്ക ഒന്ന് കൈയടിച്ചേ. അത് ഞാൻ വേണമെങ്കിൽ പറയും. ഓക്കെ, ഞങ്ങൾക്കൊരു വലിയ ഒരു 6 മാസം പഠിക്കാനുള്ള സൈക്കോളജിയാണ്. നിങ്ങളുടെ ഓരോ മാനസങ്ങളും എനിക്കറിയാം. നിങ്ങൾ പറയുന്നത് ലിപ്സ് അനക്കില്ലെങ്കിൽ പോലും എനിക്ക് ഗ്രാപ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ ജീവിതം അങ്ങനെ പോകണം. എന്ത് ചെയ്യണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും ഉറങ്ങാതിരിക്കുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും, ഉന്നത ജോലി ചെയ്യും, നല്ല പണം ഉണ്ടാക്കും, നല്ല ബന്ധങ്ങളുണ്ടാവും, നല്ല ബഹുമാനം ഉണ്ടാവും, നല്ല ഫുഡ് ഉണ്ടാവും, അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കാൻ പറ്റും, സമൂഹം കള്ളനാക്കില്ല, വിളിക്കില്ല, ഇഷ്ടപ്പെടും. അതിനൊന്നും വലിയ ഭയങ്കരമായ വിദ്യാഭ്യാസം വേണ്ട. ഏത് മേഖല യൂസഫലിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ, ധൈര്യമാണ് പറഞ്ഞു. മോളെ പറഞ്ഞു. എല്ലാം നിങ്ങൾ മുന്നേറാൻ ഇരിക്കുന്നത്. നിങ്ങൾ ശരിയാണ്, സംശയം ചോദിക്കേ. ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ അത് കേൾക്കാനിരിക്കുകയാണ്. പറഞ്ഞോ പറ. എത്ര രൂപ തരും? എത്ര രൂപ? 40 രൂപ. സംശയമില്ലേ? ചോദിച്ചേ. ഇനി ശ്രദ്ധിച്ചു കേൾക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ് കേട്ടോ. ആർക്കും പങ്കെടുക്കാൻ പറ്റും. എല്ലാവർക്കും പേനയും പേപ്പറും കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ ടെസ്റ്റ് തുടങ്ങാണ്. ചിലക്കില്ല, ഫസ്റ്റ് 6 പേരാണ് പോണേട്ടാ. അവിടെ നിന്ന് എഴുതാനല്ല പോകുന്നത്, അല്ല അമ്മ നോക്കുന്നു, അന്തം വിട്ട് പോകും. എല്ലാം നോക്കി മെമ്മറി കയറ്റും. എന്നിട്ട് മെല്ലെ ഇവിടെ വരും, അവിടെ പോകും, ഓപ്പോസിറ്റ് നിൽക്കും, വിസിലടിക്കും. അപ്പൊ എഴുതി തുടങ്ങും. അടുത്ത വിസിൽ കേൾക്കും, അപ്പൊ എഴുതി നിർത്തും. കൈ താഴ്ത്തിയിടും. ഡൗൺ യുവർ ഹാൻഡ്സ്. വൈബ്രേറ്റ് മാക്സിമം. ഡൗൺ യുവർ ഹാൻഡ്സ്. നമ്മൾ നേരത്തെ അതേ സംഭവം, പക്ഷെ നീന്താണെന്ന് മാത്രമേ ഉള്ളൂ. 1 ഇല്ല, 2 ചാടണം, 2 ഇപ്പൊ ചാടണ്ട, 2 3 അല്ല, നടക്കണ്ട. കൈ പൊക്കിയിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്തിട്ട് ചാടണം. അതുപോലെ കേട്ടോ, ചാടട്ടെ. മാക്സിമം ചാടണ പോലെ ഇല്ല. ഇനി എന്നും അങ്ങനെ നിന്നുകൊണ്ട ലൈഫില് ശരി. നവരസങ്ങളുണ്ടല്ലേ, അതറിയാലോ. 9 രസങ്ങളാണ് നമ്മൾ കഥകളിയിലും നൃത്തലും പഠിക്കുന്നത്. അപ്പോൾ നവരസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ 8 തവണയോളം നവരസഭാഗത്തിലൂടെ പോകുന്നുണ്ട്. ഇല്ലേ? പോകുന്നുണ്ട്. ഒരു രസം, ഏതെങ്കിലും ഒരു രസം പറഞ്ഞേ. വീട്ടിൽ രസമല്ല, വീട്ടിൽ രസമോ? ഭീമത്സം. ഒരെണ്ണം പറയാം, ഹാസ്യം. അപ്പൊ നമ്മളിപ്പോ ഒരു കോമഡി സീൻ കണ്ടു, അപ്പൊ എന്ത് ചെയ്യും? ചിരിക്കുന്നിരിക്കണാരും കോമഡി ആയിട്ട് കളി വേണോ? ചിരിച്ച് അല്ലേ? ചിരിച്ച് നമ്മളത് തൽക്കാലം ഈ ക്യാമ്പിൽ വൈൻഡപ്പ് ചെയ്യാണ്. സമയവും പിന്നെ ക്യാമ്പിന്റെ സമയം എൻ്റെ ഒരു ക്യാമ്പ് സ്റ്റൈൽ നമ്മൾ രാവിലെ 5 മണി തൊട്ടാണ് തുടങ്ങുന്നത്. 5 മണി തൊട്ട് രാവിലെ ഫ്രഷായിട്ട് നമ്മുടെ ക്യാമ്പിൽ നമ്മൾ തന്നെ ആഹാരം വയ്ക്കും, നമ്മൾ തന്നെ നാടകങ്ങൾ കളിക്കും, നമ്മൾ തന്നെ എഴുതും, നമ്മൾ തന്നെ വായിക്കും, നമ്മൾ തന്നെ സാറ്റ് കളിക്കും, നമ്മൾ തന്നെ ചീട്ട് കളിക്കും, നമ്മൾ തന്നെ മദ്യപിക്കുന്നതായിട്ട് അഭിനയിക്കും. അങ്ങനെയാണ് ഒരു ക്യാമ്പ് അവസാനിക്കുന്നത്. ഇതൊക്കെ മാറണം. താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇങ്ങനെയല്ല, നമ്മളിതെല്ലാം ഓർത്തെടുക്കുകയും ചെയ്യുകയും ചെയ്ത പലവിധ കളികളിലൂടെയാണ്. മോർ ദാൻ 100 പ്ലേയേഴ്സ്, 100-ലധികം കളികളുണ്ട്. ഇന്ന് നമ്മളൊരു സാമ്പിൾ മാത്രമാണ് ചെയ്തത്. ഒരു വലിയ ക്യാമ്പ് നമുക്ക് വെക്കാം. സോഷിയും ജേസയും ചിച്ചവും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ഹാളിൽ നമുക്കൊരു ക്യാമ്പ് വെക്കാം. ആ ക്യാമ്പിൽ നമുക്ക് തരുന്ന ഒരേ ഒരു ഗ്യാരണ്ടി, ആ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടിരിക്കും. നല്ല ക്ലാസ് കേട്ടോ. ആര്യ നന്ദ നമുക്ക് ഏറ്റവും പ്രിയങ്കരനാണ് കേട്ടോ. അവിടെ നമ്മളെ ടീച്ചർ ഒരു നല്ല ഡാൻസറാക്കി നമ്മള്. നല്ല ക്ലാസ് കൊടുത്ത് നല്ല ക്ലാസ് കൊടുത്ത് ദേവത്തെ പിടിക്കുകയാണ് കേട്ടോ. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ഗംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ഛല, ജലധി, ഗംഗ, തവ ശുഭ നാമേ ജായേ, തവ ശുഭ ആശിഷ മായേ, ജായേ ഗഗ ജയ ഗാഥാ, जनगण मंगल नायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। बोलो भारत माता की जय।